കൊലപാതക രാഷ്ട്രീയത്തിന് ഒരു അന്ത്യമുണ്ടാവുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ പ്രോസിക്യൂഷനും പോലീസും ഒക്കെ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നതിൻ്റെ സാഹചര്യം തന്നെ 2 വർഷത്തിനകം അല്ലെങ്കിൽ 2 വർഷവും ഏതാണ്ട് 1 മാസവും കഴിയുന്ന സമയത്തേക്ക് ഇങ്ങനെ ഒരു ട്രയൽ കോടതിയിൽ നിന്നുള്ള വിധി സമ്പാദിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള പല കേസുകളുടെയും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടാകുന്നു. പ്രോസിക്യൂഷൻ വളരെ ശക്തമായിട്ട് പോലീസിൻ്റെ തെളിവുകളെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കുന്നു. പ്രതിപക്ഷത്തു നിന്ന് അല്ലെങ്കിൽ പ്രതിസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ഡിഫൻസിനെയും കൗണ്ടർ ചെയ്യുന്നതിനും അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കൊലപാതക രീതിയാണ് എന്ന് തെളിയിക്കാനും അവർക്ക് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കൊലപാതകങ്ങളും ക്രൂരമാണ്. പക്ഷേ വളരെ ആസൂത്രിതമായിട്ട് നടത്തുന്ന ഒരു കൊലപാതകം, നിരവധി ആൾക്കാരുടെ സഹകരണത്തോടു കൂടി നടത്തുന്ന ഒരു കൊലപാതകം, രാഷ്ട്രീയമായ ചിന്തയോടുകൂടി നടത്തുന്ന ഒരു കൊലപാതകം, വർഗീയമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു കൊലപാതകം, അതിമൃഗീയമായ രീതിയിൽ നടത്തുന്ന ഒരു കൊലപാതകം, ഉറ്റവരുടെ മുന്നിൽ വെച്ച്, അതും ചെറിയ കുട്ടികളുടെയൊക്കെ മുന്നിൽ വെച്ച് നടത്തുന്ന ഒരു കൊലപാതകം, അവരുടെ ഉറ്റ ബന്ധുക്കൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വായ്ക്കരി ഇടാൻ വേണ്ടിയിട്ട് പോലും മുഖം ബാക്കി വെക്കാതിരുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം. അപ്പോൾ അങ്ങനെയുള്ള കൊലപാതകങ്ങൾ കേവലം ആ മരിച്ച ആളിന് നീതി നൽകണം എന്ന രീതിയിലത്തേക്ക് മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്, അവരുടെ വീട്ടുകാർക്ക് നീതി ലഭിക്കണം എന്ന രീതിയിലത്തേക്ക് മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ആസൂത്രിതമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഏൽപ്പിക്കുന്ന ചില ആഘാതങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ, ഉറ്റവരെയൊക്കെ സാരമായി ബാധിക്കുന്ന, അവരുടെ മാനസിക ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന, എല്ലാ കാലത്തെയും അവരുടെ മനസ്സിനെ പിടിച്ച് ഉലയ്ക്കുന്ന തരത്തിലുള്ള വലിയ ആഘാതങ്ങളാണ്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക്, ഇത്തരം വാർത്തകൾ വായിക്കുന്ന ആൾക്കാർക്ക്, ഇവരുടെ ബന്ധുക്കൾക്ക് ഒക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു ക്ലോഷർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ ഈ കൊലപാതക കേസിൽ പ്രോസിക്യൂഷൻ എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ആവശ്യപ്പെട്ടിരിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് വിചാരണ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് സാമാന്യമായിട്ട് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇത് അപ്പീൽ ചെയ്തിട്ട് ഹയർ കോടതികളിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാരുടെയൊക്കെ ശിക്ഷ കമ്മ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് മുൻപുള്ള പല ഉദാഹരണങ്ങളിൽ നിന്നറിയാം. പക്ഷേ ഇവിടെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മുടെ നിയമത്തിലുള്ള പല ലൂപ്പ് ഹോൾസും ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരൊക്കെ തന്നെ രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്ന പല കേസുകളിലും പിന്നീട് മേൽക്കോടതികളിലേക്ക് പോകുന്ന സമയത്ത് ശിക്ഷ കമ്മ്യൂട്ട് ചെയ്തൊക്കെ കിട്ടുന്നത്. പക്ഷേ അതങ്ങനെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്കായിക്കോട്ടെ, പൊതുപ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്കായിക്കോട്ടെ, ഭയരഹിതമായിട്ട് ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പീഡനം അല്ലെങ്കിൽ കൊലപാതകം ഇതൊക്കെ ഉണ്ടാകും എന്നുള്ള ഭീതിയില്ലാതെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് ഇത് കേവലം രജിത് ശ്രീനിവാസന് മരണാനന്തരം കിട്ടിയിരിക്കുന്ന നീതിയെന്നോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടിയിരിക്കുന്ന നീതി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിധികൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിധിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചിരിക്കുന്ന സർക്കാർ, പ്രോസിക്യൂഷന്, കോടതി, പോലീസ് ഇവരെല്ലാവരും തന്നെ അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയമായിട്ട് ഉള്ള ഒരു കാരണത്താൽ ഉണ്ടാകുന്ന ഒരു കൊലപാതകം പോലെയല്ല ഈ രീതിയിലുള്ള ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് അതിൽ നിന്ന് ആൾക്കാരെ വകവരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു സംഘടന നീങ്ങുമ്പോൾ നമ്മൾ അതിൽ കാണേണ്ടത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇതിലിപ്പോൾ RSS, BJP അല്ലെങ്കിൽ സംഘപരിവാർ ആൾക്കാരെ മാത്രം തിരഞ്ഞിട്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്കിൽ അത് ഈ 2 ആൾക്കാർ തമ്മിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയമാണ് എന്നെങ്കിലും പറയാം. CPMൻ്റെ നേതാക്കൾ തന്നെ ഉണ്ട് എങ്കിൽ അതിനർത്ഥം ഇത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൊലപാതകമല്ല. ഈ എക്സിക്യൂഷൻ മാർഗം എന്ന് പറയുന്നത് മറ്റു ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു തീവ്രവാദ സ്വഭാവം അപ്പോൾ തന്നെ കൈവരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൈവരിക്കുന്ന തീവ്രവാദ സ്വഭാവം വളരെ എവിഡൻ്റായിട്ടുള്ള ഒരു ആസൂത്രണം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധമുള്ള ഒരു സർക്കാരും ഒരു രാജ്യത്തും ഒരു നാട്ടിലും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു ആക്കം കൂട്ടിയിട്ടുണ്ടാകാം. കാരണം ഇത് ഇത്രത്തോളം ഭീതിതമായിട്ടുള്ള രീതിയിലാണ് ഇവരുടെ പ്രവർത്തന ശൈലി എന്ന് സർക്കാരിന് അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന് ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുണ്ടാകാനായിട്ട് ഈ ഹിറ്റ് ലിസ്റ്റ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇനി മറ്റൊന്ന്, ഇതിൻ്റെ 2ാം ഘട്ടമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ തുടരന്വേഷണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളെപ്പറ്റിയൊക്കെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് നടപ്പാക്കിയിരിക്കുന്ന ഒരു വധമാണ്.
അപ്പോൾ അങ്ങനെ ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിന് പിന്നിൽ തീർച്ചയായിട്ടും ഒരു ഉന്നത ബുദ്ധികേന്ദ്രമുണ്ടാകും. ഇത് പ്രാദേശികമായിട്ട് മാത്രം തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, ആ ഹിറ്റ് ലിസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് സമയത്തും തയ്യാറാകുന്ന രീതിയിലത്തേക്ക് ഈ ആൾക്കാരുടെ എല്ലാം രീതികൾ പഠിക്കുക, ഇവരുടെ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ സമയത്ത് അവർ വീട്ടിലുണ്ടാകും, അവർ വീടിൻ്റെ ഏത് ഭാഗത്താണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ തന്നെ വെറുതെ യാതൊരു വിധത്തിലുള്ള ലക്ഷ്യമില്ല എങ്കിൽ വെറുതെ ഈ വിവരങ്ങളൊക്കെ ഒന്ന് ശേഖരിക്കാമെന്ന രീതിയിലത്തേക്ക് ആരും സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, ഇങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം കൂടി, കാരണം PFI എന്ന് പറയുന്നത് ഒരു സംഘടന എന്ന രീതിയിൽ, ഒരു സാമൂഹ്യ സംഘടന എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇമേജ് അവർക്കുണ്ട് എങ്കിൽ അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, അതിനായിട്ടുള്ള സംഘടനകൾക്ക് അവർക്കുണ്ട്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ഭാവിക്ക് കൂടി വിഘാതമാകുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണിത് എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിട്ട് അതിന് ശേഷമായിരിക്കുമല്ലോ ഈ ഒരു തീരുമാനം അവർ കൈക്കൊള്ളുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രാദേശികമായിട്ടോ ജില്ലാ തലത്തിലോ എടുക്കുന്ന തീരുമാനമാവില്ല. തീർച്ചയായിട്ടും PFIയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അവർ നൽകിയിരിക്കുകയും വേണം. കാരണം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടി തന്നെ ആയിരിക്കണം അവരിത് ചെയ്തത്. അത് ഒരുപക്ഷെ രക്ഷപ്പെടാം എന്നവർ ചിന്തിച്ചിട്ടുണ്ടാകാം, ഭീഷണിപ്പെടുത്താം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. സ്ത്രീകളായിട്ടുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ആ ഭീഷണി കേട്ട് അങ്ങനെ ഇരിക്കും എന്ന് കരുതിയിട്ടുണ്ടാകാം. മറ്റുള്ള ആൾക്കാരെ സമാധാനത്തിൻ്റെ മാർഗ്ഗം വഴി അവിടേക്ക് വെച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ത്രട്ടനിങ്ങിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ കോടതിയിൽ വരുന്ന സമയത്ത് ഏതെങ്കിലും പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരെ കൊണ്ടുവരുമ്പോൾ കീഴ്ക്കോടതിയിലോ മേൽക്കോടതിയിലോ വെച്ചിട്ട് ഊരിയെടുക്കാം തുടങ്ങിയ ചിന്തകൾ അവരെ നയിക്കുന്നുണ്ടാവാം. പക്ഷേ എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇതിൽ ഒരു അന്വേഷണം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ ഇവർ വലയിലാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകേണ്ടതില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ നിലനിൽപ്പിനെ കൂടി ദോഷകരമായി ബാധിക്കും എന്ന ചിന്തയുണ്ടായിട്ടും എന്നാലും സാരമില്ല, ഇയാളെ കൊന്നുകളയാം എന്നവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘടന പിന്നെ ഭൂമിയിലെങ്ങും പ്രവർത്തിക്കാൻ അതിന് അർഹതയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത് പിന്നീട് ഒരു രാഷ്ട്രീയ സംഘടനയല്ല, സാമൂഹ്യ സംഘടനയല്ല, അത് സാമൂഹ്യ വിരുദ്ധ സംഘടനയാണ്, ജനാധിപത്യ വിരുദ്ധ, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ പിന്നീട് നിരോധിക്കുന്ന കാര്യം പോലും ജസ്റ്റിഫൈ ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ അന്ന് ആരും തന്നെ ആ നിരോധനത്തിനെ എതിർത്തൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും സോഷ്യൽ മീഡിയയിലടക്കം പലപ്പോഴും നമ്മൾ കണ്ടതാണ്, അങ്ങനെയാണെങ്കിൽ മറ്റു പല സംഘടനകൾ ഇവിടെ നിരോധിക്കപ്പെടേണ്ടതല്ലേ, നിരോധിക്കാനും മാത്രമായിട്ട് ഇവരെന്താണ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാർ ഇന്നിത് കാണണം. എത്ര നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള മനസ്താപവും ഇപ്പോഴും ഇല്ല, ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും ഇല്ല എന്ന രീതിയിൽ ആ വിധി കേട്ടതിന് ശേഷം പുറത്തേക്ക് പോകുന്ന ആൾക്കാർ ഒന്നുകിൽ അത്രത്തോളം സ്റ്റോൺഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒന്നുകിൽ മുകളിലത്തെ കോടതികളിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ഊരിയെടുത്ത് തിരിച്ചു വരും, അല്ലെങ്കിൽ ഇത് കമ്മ്യൂട്ട് ചെയ്തിട്ട് വരും എന്നുള്ള ആത്മവിശ്വാസം അവരെ നയിക്കുന്നുണ്ടാകാം. അതല്ല എങ്കിൽ ചെയ്തിരിക്കുന്ന കാര്യം ശരിയാണ് എന്നുള്ള ബോധ്യമായിരിക്കും. ഈ രണ്ടാമത്തേത് വളരെ അപകടകരമാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ തന്ത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്ത്രമോ ഉപയോഗിച്ചിട്ട് ഊരി പോകാമെന്നാണെങ്കിൽ, രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന ഐഡിയോളജിയിലുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യമാണ്. ഞങ്ങൾക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും മരണമാണ് കിട്ടുന്നതെങ്കിലും ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഡെസ്റ്റൈൻഡ് ആണ്, ഞങ്ങളത് ചെയ്തു എന്ന രീതിയിലുള്ള ചിന്തയാണ് ഈ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന എല്ലാ ആൾക്കാരെയും നയിക്കുന്നത്. അവർക്ക് യാതൊരു വിധത്തിലുള്ള റിമോഴ്സ് ഉണ്ടാവില്ല, ഒരു മനസ്താപവും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ല. പക്ഷേ സർക്കാർ സംവിധാനത്തിനെ, പ്രോസിക്യൂഷനെ, അന്വേഷണ സംവിധാനത്തിനെയൊക്കെ നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കൊലപാതകത്തിനുള്ള പ്രത്യേകതകൾ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്, ഇത് സാക്ഷികളില്ലാത്ത ഒരു കൊലപാതകമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പിൽക്കാലത്ത് നിരോധിക്കപ്പെട്ട ഒരു ഭീകര സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിന് എത്രത്തോളം ആപൽക്കരമാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ആ സംഘടന നിരോധിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇൻ ഹൈൻസൈറ്റ്, അതായത് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് വരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുൻപും നടത്തിയിട്ടുള്ള ഒരു സംഘടനയാണിത്. വ്യക്തിവിരോധമാണ് പലപ്പോഴും കൊലപാതകങ്ങൾക്ക് കാരണമാകുന്നത് എങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ആ വ്യക്തിയോട് ഇവർക്ക് ആർക്കും തന്നെ വിരോധമില്ല എന്നുള്ളത് പ്രധാനമാണ്. അതായത് ഈ കൊല ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് ശിക്ഷ കിട്ടിയിരിക്കുന്ന, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഈ 15 ആൾക്കാർക്കും ഇദ്ദേഹത്തിനോട് വ്യക്തിവിരോധമൊന്നുമില്ല, പകരം മറ്റ് ചില കാരണങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തിവിരോധത്താലുള്ള കൊലയേക്കാൾ കൂടുതൽ പ്രശ്നമുള്ള കാര്യമാണ് ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം. ഇപ്പോൾ 2-3 പേര് ചേർന്ന് നടത്തുന്ന ഒരു കൊലപാതകവുമല്ല. ഒരേ ശിക്ഷ കിട്ടിയിരിക്കുന്ന 15 പേര് ഈ വിഷയത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന, അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന തെളിവ്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ ഒരാളിന് പോലും ഈ പ്ലാനിങ്ങിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ്റെ ഒരു ഘട്ടത്തിൽ പോലും മനസ്സിന് ഒരല്പം പോലും ചാഞ്ചല്യമുണ്ടായില്ല എന്നതുകൂടി പരിഗണിക്കേണ്ടതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ പരിഗണിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ 15 ആൾക്കാർക്കും ഇദ്ദേഹത്തിനോട് വ്യക്തിവിരോധമില്ല എന്നും അവർക്ക് ഒരേ ലക്ഷ്യത്തിനായിട്ട് അദ്ദേഹത്തിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതിനെ അവരൊരു മിഷനായിട്ട് എടുത്ത് വന്ന് പൂർണ്ണമായിട്ടും ഒരു തീവ്രവാദ സംഘടനയുടെ എല്ലാ സ്വഭാവങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകമാണ്.
അപ്പോൾ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പറയാം. കാരണം ഇവർ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഐഡിയോളജിയിലുള്ളതാണ്. പക്ഷേ ആ കൊലയുടെ യഥാർത്ഥ കാരണം രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു പല കാരണങ്ങളും ഇതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൊലപാതകം എന്ന് പറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ടു പരിചയിച്ചിരിക്കുന്ന കേരളത്തിലുള്ള ഭരണ നേതൃത്വം നോക്കിക്കാണുന്നത് പോലെ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ആൾക്കാരെ തീവ്രവാദികൾ എന്നതിൽ കുറഞ്ഞ് ഒരു രീതിയിലും ഇവരെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പ്രോസിക്യൂഷൻ ആയിക്കോട്ടെ, അന്വേഷണ ഏജൻസികൾക്കായിക്കോട്ടെ, അതേപോലെ തന്നെ സർക്കാരിനായിക്കോട്ടെ. ഇത് തന്നെയുമല്ല, PFI പ്രവർത്തകർ മുമ്പ് നടത്തിയിരിക്കുന്ന ക്രൂരമായിട്ടുള്ള പല ആക്രമണങ്ങളുണ്ട്. ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കാര്യം നമുക്കറിയാം, അവരുമായി ബന്ധപ്പെട്ട ആയുധ പരിശീലനം നമുക്കറിയാം, നിരവധി കേസുകളുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പല ഘട്ടമായിട്ടുള്ള വളർച്ചയാണ്. അതായത് ആയുധ പരിശീലനം നടത്തുന്നു, ഒരാളിൻ്റെ കൈ വെട്ടുന്നു, അതിനപ്പുറത്തേക്ക് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15 ആൾക്കാർ ചേർന്നിട്ട് അവർക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിധത്തിലുള്ള വിരോധവുമില്ലാത്ത ഒരാളിനെ വീട്ടിൽ ചെന്ന് കൊല്ലാം എന്ന് തീരുമാനിക്കുകയും അതിൽ ഒരാളിന് പോലും യാതൊരു വിധത്തിലുള്ള മനസ്താപവും ഉണ്ടാകാതിരിക്കുകയും പിന്മാറാനായിട്ട് ശ്രമിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്രത്തോളം ട്യൂൺഡാണിവർ എന്നാണ് മനസ്സിലാക്കുക. അതായത് അത്രത്തോളം ഭീകരരായിട്ടുള്ള ആൾക്കാരാണിവർ. അങ്ങനെയുള്ള പ്രതികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനവും ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, അൺലെസ് ആ സംവിധാനമാണ് ഭരണത്തിലെങ്കിൽ. ഇവിടെ അങ്ങനെയല്ലല്ലോ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ആത്മവിശ്വാസം ഉള്ളപ്പോൾ പോലും പ്രായോഗികമായിട്ടുള്ള ഒരു ബുദ്ധിയോടുകൂടി തന്നെ അവർ ഈ കേസിനെ തുടർന്നും സമീപിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒട്ടും കോംപ്ലസൻ്റ് ആകാതെ ഇതിനൊരു അപ്പീൽ വരുന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് തങ്ങളുടെ ഭാഗം പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോസിക്യൂഷന് തുടർന്നും സാധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ ഈ രീതിയിലത്തേക്ക് പെട്ടെന്ന് അവരെ സാമ്പത്തികമായിട്ടാണെങ്കിലും സംഘടനാപരമായിട്ടും അവരെ തളർത്തിക്കൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം കസ്റ്റഡിയിലെടുക്കുന്നതിന് കേന്ദ്ര സർക്കാരിനെ ഏറ്റവും പ്രധാനമായിട്ട് പ്രചോദനം നൽകിയിരിക്കുന്ന ഒരു വിഷയം ഒരുപക്ഷെ ഈ കേസാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് വളരെ സജീവമായിട്ട് വരികയും പലപ്പോഴും പല ആൾക്കാരും വളരെ ഓപ്പണായിട്ട് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ഇങ്ങനെയുള്ള ഒരു സംഘടനയെ നിരോധിക്കാനായിട്ട് ഇനിയും വൈകുന്നത് എന്നൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള സമീപനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഈ രീതിയിലുള്ള ഒരു കേസ് ഉണ്ടാവുകയും ആ കേസിൻ്റെ സ്വഭാവം എന്നത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളുണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു ഭീകരവാദത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ശൈലികളും കാണിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം വരുമ്പോൾ ഇനി ഇത്തരത്തിലുള്ള ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നത് കൂടുതൽ ആപൽക്കരമാണ് സമൂഹത്തിന് എന്നുള്ള തിരിച്ചറിവുണ്ടായതുകൊണ്ടായിരിക്കും ആ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കേസ് നടക്കുന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നിരോധിത സംഘടന അല്ല എങ്കിൽ ഈ ചുരുങ്ങിയ കാലയളവിൽ 2 വർഷം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ സ്പീഡുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വളരെ സ്പീഡിയായിട്ട് 2 വർഷം കൊണ്ട് ട്രയൽ പൂർത്തിയാക്കി അതിൽ വിധി വരുന്ന സമയത്തേക്ക് ഈ ഒരു സംഘടന നിരോധിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ അകത്തായിരിക്കുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇനി ഈ ഒരു കേസിൽ അതായത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് അവരുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഒരു ലീഗൽ ചലഞ്ചുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന് പോലും ഏറ്റവും കൂടുതൽ ബലം നൽകുന്ന ഒരു വിധിയാണിത്. കാരണം ഇത്തരത്തിലുള്ള സംഘടന ഈ രീതിയിലുള്ള പ്രവർത്തകരെ നമുക്കറിയാമല്ലോ, 15 പേർക്ക് ഇതേപോലെ പോയി ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ 15 പേരല്ല അവരുടെ കസ്റ്റഡിയിൽ ഇങ്ങനെ ചെയ്യാനുള്ള ആൾക്കാർ, ഇങ്ങനെ പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ എന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു പ്രദേശത്തുള്ള ഒരാളിനെ വകവരുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ആസൂത്രണം ചെയ്താൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ആർക്ക് സമം ആര്, ഏത് ഓർഡർ, എവിടെ താമസിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആസൂത്രിതമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനം ഇനി ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്ന രീതിയിലത്തേക്ക് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച നടപടിയെ കൂടുതൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ വിൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടി കൂടിയാണ് ഈ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പ്രോസിക്യൂഷനെ, സർക്കാരിനെ, അന്വേഷണ ഏജൻസിയെ, കോടതിയെ നമുക്ക് എത്ര പ്രകീർത്തിച്ചു കഴിഞ്ഞാലും അത് അധികമാവുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്തരത്തിലുള്ള വിധികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണ്. കാരണം ഈ വിധികൾ പലപ്പോഴും ഒരു ഡെറ്ററൻ്റായി മാറണം. കേസിലേക്ക് പോകുന്ന സമയത്ത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടുന്ന ആൾക്കാർ വിധി വരുന്ന സമയത്ത് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു മനസ്താപമുണ്ട്. ആ മനസ്താപം എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവുമില്ല എന്ന് ആൾക്കാർ മനസ്സിലാക്കണം. ഇവരില്ലാതാക്കിയിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയെയാണ്, ഒരു മനുഷ്യൻ്റെ ജീവനാണ്, ഈ സമൂഹത്തിൽ വളരെയധികം ഭീതിപ്പാടുണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷയാണ് ഉണ്ടാകേണ്ടത്. ഈ വിധി ഇതേ രീതിയിൽ തന്നെ നിലനിൽക്കും എന്ന് പ്രതീക്ഷിക്കാനാണ് എനിക്കിഷ്ടം.